കൊട്ടേക്കാട് ഭഗവതി ഐതിഹ്യം. പാലക്കാട് ജില്ലയിലെ കൊട്ടേക്കാട് എന്ന സ്ഥലത്താണ് ഭദ്രകാളി കൊട്ടേക്കാട് ഭഗവതിയായി കുടിയിരിക്കുന്നത്. ഐതിഹ്യം ഇങ്ങനെയാണ്. കൊങ്ങുനാട്ടിൽ നിന്ന്, തമിഴ്നാടാണ് കൊങ്ങുനാട്, കൊങ്ങുനാട്ടിൽ നിന്ന് വ്യാപാരം ചെയ്യാൻ തേങ്ങ ഏറ്റിവരുന്ന പൊതിക്കാളകളുടെ തോളിൽ ഭാരം നികത്താൻ കൊങ്ങൻ വഴിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് തോളിൽ കെട്ടിത്തൂക്കി. കാള നടക്കുമ്പോൾ ആ കല്ല് ആടാനും ചാടാനും തുടങ്ങിയതോടെ കാള ഓടാനും ചാടാനും തുടങ്ങി. കല്ലാണ് ചാടുന്നത് എന്ന് അറിയാതെ കൊങ്ങൻ കാളയെ പൊതിരെ തല്ലി. കാര്യം മനസ്സിലായപ്പോൾ ആ കല്ലിനെ എടുത്തെറിഞ്ഞു. വീണത് കൂത്താൻചിറയുടെ നടുവിലും. വിറകനായി വന്ന 4 സ്ത്രീകളിൽ ഒരാൾ ആ കല്ലെടുത്ത് അമ്മിക്കുഴവയാക്കാൻ കൊണ്ടുപോയി. അവിടെ എത്തിയപ്പോൾ ആ കല്ല് ആടാനും ചാടാനും തുടങ്ങി. പേടിച്ച് വിറച്ച ആ സ്ത്രീ കല്ലിനെ മനങ്ങത്തെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിച്ചു. അവിടെ തുള്ളാൻ തുടങ്ങിയപ്പോൾ ഐങ്കുടി വീട്ടിൽ കൊണ്ടുപോയി അവിടെയും ചാടാനും തുടങ്ങിയപ്പോൾ ഊരാത്ത വീട്ടിൽ കൊണ്ടുപോയി. അവിടെയും ആ കല്ല് ഓടാൻ തുടങ്ങിയപ്പോൾ ഊരാത്ത വീട്ടുകാർ ദേശപ്രമാണിമാരെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടി രാശിവെച്ചു. രാശിപ്രകാരം കല്ലിൽ കാളീ ചൈതന്യം ഉണ്ടെന്നറിഞ്ഞ് നാട്ടുകാർ കൊട്ടേക്കാട് ഭഗവതിയായി കുടിയിരുത്തി.